നമ്മളെല്ലാവരും കൂടി ഇതൊരു കോയമ്പത്തൂർ ട്രിപ്പ് പോവുകയാണ് കേട്ടോ. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ, യു പി ടീച്ചേഴ്സ് എല്ലാവരും കൂടെ. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൽ ട്രെയിനിൽ നമ്മൾ ഇരിക്കുമ്പം, അതായത് നമ്മൾ എ സി കോച്ചൊന്നും ബുക്ക് ചെയ്തില്ല, ഓർഡിനറി ആണ് ബുക്ക് ചെയ്തത്. കാരണം നമുക്ക് ഇതുപോലെ സംസാരിച്ച്, ഇവിടെ അമ്പിളി മിസ്സുണ്ട്, സിമി മിസ്സുണ്ട്, മേഴ്സി മിസ്സുണ്ട്, ലക്ഷ്മി മിസ്സുണ്ട്. ലക്ഷ്മി മിസ്സാണ് നമ്മുടെ ടൂർ കോർഡിനേറ്റർ കേട്ടോ. ഇവിടെ ദേവുണ്ട്, രേഷ്മ, ശ്രുതി മിസ്സ്, ലിയ മിസ്സ്, സാന്ത്വന, അങ്ങനെ എല്ലാവരും ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുവാണ്. ഇവരുടെയൊക്കെ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് ഓരോരുത്തർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതുപോലെ ഇത് ബിൻസി മിസ്സാണ്. പുള്ളിക്കാരി ആണെങ്കിൽ മാറിയിരുന്ന ഒരു കോൾ വന്നിട്ട് സംസാരിക്കുക. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പുറത്തിരുന്ന് മിസ്സിനെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കോയമ്പത്തൂർ എത്തി. ഇതാണ് ഞങ്ങളെടുത്ത റൂം. ഇതുപോലൊരു 4 റൂം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 പേര് വെച്ചിട്ട് നമ്മൾ ഒരു റൂമിൽ ഹോൾട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് 1 മണിയായല്ലോ. അപ്പം തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞങ്ങൾ കുറച്ച് പേര് നോൺ വെജും ബാക്കി കുറച്ച് പേര് വെജും ആയിരുന്നു. അപ്പോൾ വെജും അവർ വേറൊരു ഹോട്ടലിലാണ് പോയത്. നമ്മളിവിടെ ഓർഡർ ചെയ്യുന്ന രംഗങ്ങളാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് റൂമിൽ വന്ന് റെസ്റ്റ് ചെയ്തു. ഞങ്ങളവിടെ നിന്ന് ഇസ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ആദിയോഗി ശിവൻ്റെ ഒരു വലിയ സ്റ്റാച്ചു ഒക്കെയുള്ള സ്ഥലമാണ്. അങ്ങോട്ടേക്ക് നമ്മൾ യാത്ര തിരിച്ചു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശന്നു. വിശപ്പിനേക്കാൾ കൂടുതൽ നമുക്ക് ദാഹമായിരുന്നു ഭയങ്കരമായിട്ടും. അങ്ങനെ ഇവിടെ സിമി മിസ്സും ഇവരെല്ലാവരും കരിക്ക് കുടിക്കാൻ പോയി. അപ്പം ഞാനും എന്നാൽ ഒരു കരിക്ക് കുടിക്കാം എന്നും പറഞ്ഞ് ചെന്നപ്പോഴത്തേക്കും ആ ചേച്ചി കരിക്ക് വെട്ടുന്നത് കണ്ടു. അപ്പോൾ എന്നാൽ ഒന്ന് വെട്ടി നോക്കാമെന്നും പറഞ്ഞ് ലക്ഷ്മി മിസ്സും ഞാനും കൂടെ ഓരോ കരിക്ക് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ അതിൽ. ബാക്കി എല്ലാവരും തന്നെ അവിടെ ഇവിടെയൊക്കെ നിന്ന് അവർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുവാണ്. മേഴ്സി മിസ്സ് ഗ്രീൻ ചുരിദാറിട്ടിരിക്കുന്നതാണ് കേട്ടോ മേഴ്സി മിസ്സ്. ബാക്കി എല്ലാവരും ഫോട്ടോ പോസിങ്ങും ഭയങ്കര നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് അപ്പുറത്തേക്ക് വേറൊരു ബിൽഡിംഗ് ആണ്. അവിടെ ഇപ്പോൾ പുതുതായിട്ട് തന്നെ വന്ന മെഡിറ്റേഷനും കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇതാണ് ശിവൻ്റെ സ്റ്റാച്യു. ഒരു ഏകദേശം 7 o'clock ആകുമ്പോഴത്തേക്കും ആ ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം തുടങ്ങും അവിടുത്തെ. അപ്പോൾ നമ്മൾ അവിടെ നിന്നെല്ലാം തിരിച്ചു വന്ന മെഡിറ്റേഷൻ സെൻറ്ററിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചു വന്ന് ഈ ഒരു പ്ലേസിലൊരു 7 ആയപ്പോഴത്തേക്കും നമ്മളെത്തി. അവിടെ അവർ ആ ഒരു സ്പിരിച്വൽ വേർഡ്സും ചാൻറ്റിങ്ങും എല്ലാം തുടങ്ങി. അങ്ങനെ ഇതാണ് ആദിയോഗി എന്ന് പറഞ്ഞ ഭഗവാന്റെ ശിവൻ്റെ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളും. ഇത് കാണാനാണ് ആൾക്കാർ ഈ ഒരു ഇസ സെൻറ്ററിലേക്ക് എത്തുന്നത്. ഒത്തിരി ജനപ്രവാഹമായിരുന്നു അവിടെ നമ്മൾ കണ്ടത്. എല്ലാവരും മൊബൈൽസും ഒക്കെ പിടിച്ച് നമുക്കിതിൽ നിന്ന് തന്നെ കാണാൻ പറ്റും അതെല്ലാം. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് പോകുന്നത്. നമ്മളെല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം തന്നെയാണ് പോകുന്നത്. വളരെ മനോഹരമായിരുന്നു. അതായത് ഓരോ ഭഗവാന്റെ ഓരോ യുഗത്തിലുള്ള അല്ലെങ്കിൽ എന്താണ് ഐതിഹ്യങ്ങൾ, കാളിദേവിയായിട്ടുള്ള ഐതിഹ്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. മെഡിറ്റേഷൻ വന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്നൊക്കെയാണ് അവരുടെ ആ ഒരു ചാൻറ്റിങ്ങിലൂടെ, അവിടെ ഒരു വോയിസ് ചാൻറ്റിങ് ഉണ്ട്, അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ അത് ആ ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ തന്നെ അത് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്നുണ്ട് അതവിടെ. ഒത്തിരി എന്താ പറയുക, ആൾക്കാർക്ക് അറിവില്ലാത്ത ഒത്തിരി ആൾക്കാർക്ക്, അതായത് ഞങ്ങൾക്കൊക്കെ അധികം കാര്യങ്ങളൊന്നും നമുക്ക് ആധ്യാത്മികമായിട്ട് അറിയത്തില്ലല്ലോ. അപ്പം ഈ ഒരു സ്പീച്ചും ആ ഒരു ചാൻറ്റിങ്ങും എല്ലാം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് എന്താ പറയുക, ഗ്രഹിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അറിയാൻ സാധിക്കും നമുക്ക്. അതുപോലെ തന്നെ എല്ലാവരും ഇത് സ്റ്റാറ്റസായിട്ട് ഇടാനായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു എല്ലാവർക്കും. എല്ലാവരും അത് സ്റ്റാറ്റസായിട്ട് ഇടുകയും ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഇടുമ്പോഴും നമ്മുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സ്, ലിസ്യു സ്കൂളിലുള്ള ടീച്ചേഴ്സ് നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, എവിടെയാണ് ഈ സ്ഥലം, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ച് നമ്മളോട് ഒത്തിരി കമൻറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
മിക്കവരും ഒത്തിരി പേര് ഇത് കണ്ടു കാണും എന്താണെങ്കിലും. പക്ഷേ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്താണെങ്കിലും. നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ തിരിച്ച് അവിടുന്ന് ഷട്ടിൽ ബസ്സാണ് അവിടെ. അരമണിക്കൂർ ഇടവിട്ട് ബസ്സാണ്. അപ്പോൾ ആ ബസ്സിൽ തന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് വരുന്നു. അന്ന് റൂമിൽ സ്റ്റേ ചെയ്തു. ഒരു അരമണിക്കൂറത്തെ പരിപാടിയാണ് കേട്ടോ ഇത്. അന്ന് നമ്മൾ റൂമിൽ സ്റ്റേ ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ അവിടുത്തെ ഒരു അവിടെ ഉള്ള സ്ട്രീറ്റിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോയി. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ചെറിയൊരു 2 മണിക്കൂറത്തെ ഷോപ്പിംഗ്. നമ്മൾ അവിടുത്തെ പോത്തീസ് ഇതിൽ പോയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മൾ പെട്ടെന്ന് ഇങ്ങ് പോന്നു. എനിക്കും കാര്യമായിട്ട് അങ്ങനെയൊന്നും മേടിക്കാനൊന്നും പറ്റിയില്ല. ഞാനെന്നാൽ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. മേടിച്ചവരും ഉണ്ട്. പക്ഷെ നമ്മൾ തിരിച്ച് ഇച്ചിരി ധൃതിയിലായിരുന്നു. കാരണം 1 മണിക്കായിരുന്നു നമ്മുടെ ട്രെയിൻ, ഇൻറ്റർസിറ്റി. അപ്പം അതിന് നമുക്ക് എത്തണമായിരുന്നു. പിന്നെ നമുക്ക് സ്ഥലവും വലിയ പരിചയം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം ഹറിബറി ആയിരുന്നു. അന്ന് എൻജോയ് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും എന്താ പറയുക, വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും തന്നെ. അത് ഞങ്ങൾ പോരുന്ന വഴി തന്നെ നമ്മൾ ട്രെയിനിലിരുന്നതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെ ഓരോരോ ട്രെയിനിൽ ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴി തന്നെ ടീച്ചേഴ്സാണെങ്കിലും അവരുടെ ഓരോ സ്റ്റൈൽ ഓഫ് പോസിങ് ആയിരുന്നു ഫോട്ടോസിന്. ഈവൻ ഞാനടക്കം ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അങ്ങനെ അപ്പം ഇതൊന്നും ഒരു വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. താങ്ക് യു സോ മച്ച്.